കിടുവൊക്കെ ആയിട്ട് ഹാപ്പി ആയിരുന്നു. ഓ അതൊക്കെ അങ്ങനെ കളിക്കൂട്ടത്തി പറയൂടാ. ഞാൻ ചെന്ന് പറയൂടാ നീ ഇങ്ങനെ പറഞ്ഞെന്ന്. ശരിയാക്കി തരുന്നുണ്ട് നിന്നെ. പിന്നെ നിനക്ക് ഇനി ടോയ് ഒന്നും തരണ്ടെന്ന് പറയും. കുഞ്ഞിന്റെ അളിയനാ അത്. അളിയൻ ആരാ? കിടുവളിയൻ. അവനായിട്ട് ഇടയ്ക്ക് അളിയെന്ന് പറയണ്ട്. കിടുവിനൊന്നും അല്ല, അല്ലാതെ വെറുതെ എന്തിനാ ഭയം ചിപ്പിനെ എവിടുന്ന് കിട്ടിയതെന്ന്. അതെ അളിയാന്ന് പിള്ളേര് വിളിക്കത്തില്ല. സീരിയല് ചില ഇതില് കാർട്ടൂണിലൊക്കെ കണ്ടറിയാം. നീട്ട 20 ദിവസത്തെ കാലയളവിൽ എൻ്റെ ചെടികളൊക്കെ പുല്ല് കെട്ടി. ഇന്നലത്തെ പക്ഷെ ഇവിടെമാരെ എൻ്റെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നലത്തെ അവിടെ കാറ്റും മഴയ്ക്ക് എൻ്റെ ചെടികളെല്ലാം കുറേ എണ്ണം വീണ്. ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് എല്ലാം പോയി. ഞാൻ ചെടി ക്രാഫ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. കുറേ താഴെ വീണ് ഒക്കെ കേട് വന്നു. ആ കാറ്റ് വന്ന് ചെടിച്ചട്ടിയെല്ലാം മറിഞ്ഞു വീണ് കിടക്കുവായിരുന്നു. കഥ അടച്ചിരിക്കുവായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ കഥ വന്നപ്പോ കഥ എന്റെ മുഖത്ത് കൊണ്ടില്ലേ. ഒന്നും പറ്റിയില്ലേ? ചതയണോ? എന്റെ ഗാർഡൻ നിങ്ങളൊന്നും അടിച്ചു മാറിയില്ലല്ലോ ഒരു കാര്യം. ഒന്നും പറയണ്ട, നീ അടിച്ചു മാറിയിട്ടൊന്നുമില്ല. രാവിലെ മിഠായി തന്നെയാണോ? അവളെന്തിയ പൊന്നു? ആണോ? എനിക്ക് പോണം. എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. അപ്പം ഇന്ന് ചെടിയുടെ പുറത്ത് തന്നെ ഒത്തിരി പണിയുണ്ട്. കരിഞ്ചൊരു ചെടിയല്ലേ, ഇതിൻ്റെ പൂവാണ് നല്ല രസം. ഇങ്ങനെ വയലറ്റ് കളറിൽ വിരിഞ്ഞ് നിൽക്കും. പക്ഷെ ഇത് പൊന്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലേ ഇവിടെ കൊണ്ട് ഇതിന് ആവതില്ലാത്ത പോലെ കണ്ട് താഴത്തോട്ട്. ഏത് താട്ടൻ ജിമ്മി പോകുമ്പോൾ കുടിക്കുന്നത്. ഇച്ചിരി കുറേ പരിപാടിയാണ്. അത് ഞാൻ നല്ല രസമായിരുന്നു ഇത്. പക്ഷേ ഇത് പോയി. ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അമ്പലപ്പുഴ അമ്പലത്തിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അമ്പലപ്പുഴ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ? തുടങ്ങിയിട്ടേ ഉള്ളൂ. അയ്യോ ഇത് ഞാൻ വെട്ടി തളിച്ച് കളഞ്ഞതാണ്. അമ്പലപ്പുഴ ടെമ്പിൾ എന്നാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം നെയിം. എന്താണ്? അമ്പലപ്പുഴ ടെമ്പിൾ. അതേ വന്നു പൊണ്ണു. തമ്പി ഇങ്ങ വാങ്ങോ, ഇങ്ങോട്ട് വാ. ചേട്ടാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ. ഇങ്ങോട്ട് വന്ന് ഇവിടെ വാ. ഗൈസ്, നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുമ്പോൾ ഏട്ടാ ഇവിടെ വാ. വീട്ടിൽ തിരിച്ചു പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്താ കാണാത്തത് നിങ്ങളുടെയൊക്കെ? എൻ്റെയൊക്കെ കാണാത്തത് ബ്രഷും ടങ് ക്ലീനറും. എൻ്റെ ബ്രഷ് കാണുന്നില്ല, ടങ് ക്ലീനർ കാണുന്നില്ല, തോർത്ത് കാണുന്നില്ല. ഇതാരുടെ ബ്രഷാ? അപ്പം എൻ്റെ ബ്രഷ് എന്ത്? ഇവിടെ വാ ചോദിക്ക. അയ്യോ, ഞാനാണെങ്കിൽ ഇനി ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ്. എൻ്റെ ഒരു കുന്തവും കാണുന്നില്ല ഇവിടെ. എൻ്റെ മറ്റേ തോർത്ത് പോലും കാണും. എൻ്റെ തോർത്ത് ഞാൻ മാത്രം യൂസ് ചെയ്യുന്ന തോർത്ത്, അപ്പോൾ അതുപോലും കാണുന്നില്ല. 3 എണ്ണം, 3 കാണുന്നില്ല. തപ്പി തന്നെ എടുക്കണം. എനിക്കാണെങ്കിൽ വയ്യെന്ന്. ഇപ്പം ഞാനിനി എന്തെല്ലാം ജോലി ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ എൻ്റെ ചെടിയൊക്കെ കിടക്കുന്ന കാണുമ്പോഴാണ് എനിക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ട്. എന്തോരം പുല്ല് പറിക്കാണ്ട്. ഇതൊക്കെ പുല്ല് പറിച്ചൊന്ന് ഓർഡറാക്കി വെച്ചിട്ട് വേണം എനിക്ക് റിട്ടേൺ പോകാൻ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഓക്കെ. മുത്തുമണിയേ ഞാൻ സത്യം പറഞ്ഞാൽ ആകെ വലഞ്ഞ് നിൽക്കുന്നുണ്ടോ. കാരണം എൻ്റെ മണിമുല്ലയൊക്കെ എടുത്ത് ഞാൻ താഴത്തോട്ട് വെച്ചു. അതായത് ചട്ടിയിലായിരുന്നുകൊണ്ടിരുന്നു, വലിയ ചട്ടിയിൽ കേട്ടോ. പക്ഷെ ഞാനതെടുത്ത് നിലത്തോട്ട് വെച്ചിട്ടുണ്ടായി. ഇത്തവണത്തെ മണിമുല്ല ഒക്കെ പൂക്കുന്ന കാലം വന്നപ്പോൾ എൻ്റെ മണിമുല്ലയും പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇപ്പോൾ ഞാനതെടുത്ത് താഴത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ താഴത്തോട്ട് വെച്ചപ്പോഴാണ് മൊത്തം പുല്ല്.
മൊത്തം അതിൻ്റെ ചൂട മൊത്തം പുല്ല് കെട്ടിയിരിക്കുമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് സൈഡിൽ കൂടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേലി പോലെ കെട്ടി വെക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇഷ്ടി എന്തെങ്കിലുമൊക്കെ വെച്ച് അതിന് 4 പുറം എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി ചെയ്യായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഒരു കൊച്ചു ഗാർഡനാണ്. ഞാൻ ഇവിടെയാണ് കസാരയൊക്കെ ഇട്ടിരുന്ന് ചായയൊക്കെ കുടിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഒരു കാറ്റിന് മഴയല്ലായിരുന്നു, കാറ്റായിരുന്നു. ഒത്തിരി ചെടികൾ മറിഞ്ഞ് വീണു. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ചെടികൾ മറിഞ്ഞ് താഴെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാറ്റിന് നമ്മുടെ മാവേല ഇലയും ഇതും ഒക്കെ മറിഞ്ഞ് കാറ്റത്ത് വീശി മൊത്തം ഇലയായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് വാരി കൂട്ടി അങ്ങോട്ട് കളയാമെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളത്തേക്കും കൂടെ അടിച്ചൊരു കൂട്ടി കളയുമായിരുന്നു. അപ്പോൾ ഞാനവിടെ വൈകുന്നേരത്തെ ചായ എടുത്തിട്ട് രാവിലെയൊക്കെ ചായ എടുത്തിട്ടൊക്കെ ഞാനവിടെ അങ്ങനെ വന്നിരിക്കും. നല്ല സുഖമാണ് ഇരിക്കാൻ. കാര്യം പാടത്തുനിന്ന് കാറ്റൊക്കെ ഇങ്ങനെ വീശുമ്പോൾ വാ മോനെ സൂപ്പറാണ്. ഇനി വെള്ളം കയറി കഴിഞ്ഞാൽ എന്താ പാടുന്നറിയില്ല. വെള്ളം കയറാതിരുന്നാൽ മതിയായിരുന്നു. വെള്ളം കയറിയ ചെടിയെല്ലാം പരിപ്പിളകും ചെടിയുടെ ഒക്കെ. കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ റീലിലൊക്കെ കാണുമ്പോഴത്തേനും ഇങ്ങനെ മുറ്റത്ത് ചെടി ഇരിക്കുന്നതും ഒക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നമ്മളത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെടി പടരാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ കാറ്റത്ത് ആടിയിട്ട് അതും കേട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് നേരെയാക്കി വെക്കണം. പക്ഷേ കൊതു കുത്തിയിട്ട് വയ്യായിരുന്നു കണ്ട ഈ ടൈമിൽ അവിടെ നിന്നിട്ട്. പക്ഷേ സാധാരണ കൊതു ഉണ്ടാവാറില്ല. ഇന്നലെ പിന്നെ എനിക്ക് തോന്നുന്നത് കാറ്റും ഇതൊക്കെ ആയതുകൊണ്ടാണോ ഇനി എന്താണെന്നറിയത്തില്ല, കൊതു ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ അടിയിലുള്ള ചപ്പും ചവറൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. നമ്മളാണെന്നുണ്ടെങ്കിൽ മുറ്റത്തെ ആ ഒരു ചെടിയുടെ പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ അത് ഇരുട്ടായിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ മുറ്റടിക്കാനും കാര്യങ്ങളൊക്കെ കിടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ അല്ലായിരുന്നു, ഞാൻ നോർമലി സംസാരിച്ചതായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അമ്പളൂൻ്റെയൊക്കെ ബഹളവും ഇതൊക്കെ ആയപ്പോൾ തന്നെ അവിടുന്ന് കുറേ സൗണ്ടൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചിട്ടോ. നമ്മുടെ ഈ ഒരു മുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 അവർ അടിച്ച് വാരാൻ 1/2 അവർ വേണം, ചിലപ്പോൾ അതിൽ കൂടുതൽ വേണം. ഈ മുറ്റം ഒന്ന് അടിച്ച് വാരാനും ചില സമയത്ത് ഈ മുറ്റമൊക്കെ ഒന്ന് കഴുകാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ടൊന്നും തീരില്ല. അപ്പം ഞാൻ ഇതെല്ലാം ഓരോ അറ്റത്തുനിന്നായിട്ട് ഇങ്ങനെ ചെടിച്ചട്ടിക്ക് എടുത്ത് മാറ്റി അടിച്ച് വാരിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുമായിരുന്നു. നമ്മുടെ ഇന്നത്തെ കുറച്ച് പരിപാടീസ് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ എന്താ പറയുക അടിച്ചു വരുന്ന പരിപാടിയൊക്കെ ഞാൻ എൻ്റെ റൂമിൻ്റെ വാൾപേപ്പറൊക്കെ മാറ്റി പെയിൻ്റൊക്കെ ചെയ്ത് പുതിയ മറ്റേ നമ്മുടെ പുതിയ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. കുറച്ച് ഫ്രെയിംസും അതുപോലെ തന്നെ കുറച്ച് ഒരു കർട്ടനൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അത് വേണ്ടി തന്നെ റൂം ടൂർ ചെയ്യുന്നുണ്ട് ഗൈസ്. ആദ്യം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞങ്ങളുടെ റൂം, ഇവിടെ ഇതല്ലായിരുന്നല്ലോ, വാൾപേപ്പർ ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി. അപ്പോൾ പക്ഷെ ഇന്ന് റൂമിൽ കിടക്കാൻ പറ്റത്തില്ല. AC-ക്ക് ചെറിയ എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കിടക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടായിരിക്കും. അതുതന്നെ ഞങ്ങളുടെ പഴയ ബെഡ്റൂമിലാണ് ഇനി 2 ദിവസമായിട്ട് കിടക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നേരെ ആവുന്നത് വരെ മറ്റന്നെയാണ് ആൾ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരെ ആവുന്നേരം അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. വിശന്നിട്ട് വയ്യ. ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ രാവിലെ അമ്മ ഇടിയപ്പത്തിൻ്റെ കൂടെ ബാക്കി അതുകൊണ്ടൊരു ഉണ്ട ഉണ്ടാക്കിയായിരുന്നു. ആ ഉണ്ട ചായയും കുടിച്ചതല്ലാതെ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിച്ചു, മുട്ട ബജ്ജി എന്താണ്ട് കഴിച്ചു, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. വിശക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാം. ഓക്കെ, എന്ത് പറ്റിയതാ പൊന്നെ? എന്താടി കാവ്യ കുട്ടീനെ ചൂടാക്കുന്നത്? കണ്ട ചൂട് വെച്ച കാവ്യ പൊന്നിനെ. എന്ത് പണിയാ കാവ്യ നീ കാട്ടിയത്? കായി കൈസൊന്നുമില്ല. അമ്പുടിന്റെ കാലം ഇച്ചിരി ചൂടുവെള്ളം തട്ടിയല്ലേ? കായാണോ? ഗൈസ് വഴക്ക് പറയാ നിന്നെ. എന്ത് പണിയാ കാണിക്കുന്നത് കായിന്ന് പറഞ്ഞ് വഴക്ക് പറയണം അല്ലേ എല്ലാരും? എല്ലാരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പൊന്നെ. എല്ലാരും നാളെ പറയും കേട്ടാ. പറഞ്ഞു എല്ലാരും കായിനൊന്ന് വഴക്ക് പറയണേ എല്ലാരും. മതിയോ പൊന്നെ? ഞാൻ അമ്പുട് ഒന്നുകൂടെ പറഞ്ഞു അവരോട്. കഷ്ടം. ഇവന് ചെറിയ മുറി വന്നാലും അപ്പം അവൻ പറയാൻ ബാൻഡേജ് ഒട്ടിച്ചേരാൻ. അപ്പം ഞങ്ങൾ തൊട്ടിച്ചു കൊടുത്തിട്ടാണ് അവനെ ഞങ്ങൾ സെറ്റാക്കണത് അല്ലേ പൊന്ന? അയ്യോ, പറയുന്നില്ലേ? ഒന്നും പറയാനില്ല. അമ്പലത്തിൽ പോവാണ് ഗൈസ്. അമ്പലത്തിൽ പോണേ അല്ല, രാവിലെ പിന്നെ എപ്പോഴാ പോണേ? ഇപ്പൊ പോവും. ഇപ്പൊ രാത്രി രാവിലെ? രാത്രിയൊന്നും അല്ല, രാത്രിയാണ്. പക്ഷേ അല്ല, പക്ഷേ രാവിലെ തീർന്നു ഗൈസ് ആ കാര്യം. ഇന്നലെ കമന്റ്സ് ഉണ്ടായിരുന്നു കണ്ണമോനെയും കൊണ്ട് സംസാരിപ്പിക്കണേന്ന്. അമ്പുടുവിന് ഫാൻസ് ഉണ്ടെന്ന്. അമ്പുടു സംസാരിക്കുന്ന കേൾക്കണമെന്നാ എല്ലാരും പറയുന്നത് കേട്ടോ.
ഇനി സംസാരിപ്പിക്കാം ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ബൈ. ഇപ്പൊ തന്നെ ബൈ പറയല്ലേ, ബൈ പറയാറായില്ല. അപ്പൊ നമ്മൾ ഇന്ന് അമ്പടൂന് ഇന്ന് തിരിപിടുത്തവും മരിക്കൂത്തൊക്കെ ഉണ്ട് അമ്പലത്തില്. അപ്പൊ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണല്ലേ. ഞാനും വിഷ്ണുവേട്ടനും അമ്മയും പൊന്നൂനും കാണുന്നില്ല, ബാക്കിലിരിക്കുന്നുണ്ട്. പൊന്നു ഇതേ ഇരിക്കുന്നത്, അമ്മ ഇരിക്കുന്നത്. അപ്പൊ ഞാനും അമ്മയും പൊന്നും വിഷ്ണുവേട്ടനും അമ്പടും കൂടെയാണ്. കാവ്യയില്ല, കാവ്യക്ക് ചെറിയൊരു പനി. വൈകുന്നേരം വരെ ഒരുങ്ങിയിരിക്കുവായിരുന്നു ആള്, പക്ഷെ വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു പനി. അപ്പൊ പിന്നെ ആള് പോകുന്നില്ല. അപ്പൊ ഞങ്ങള് പോവാണല്ലേ. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ് എന്ന് പറയും. അപ്പൊ വിഷ്ണുവേട്ടൻ എന്താ പുറത്ത് തോർത്തെല്ലാം വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി. അമ്പടൂ ഇത് എവിടെ ഇരുന്ന് എന്തോ പറയുന്നേ, ഇങ്ങോട്ട് തിരിഞ്ഞേ. അതല്ല, ഇത് ആരാ അവിടെ പുറത്ത്, ആരുടെ കടയത്? ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് അമ്മനെ നോക്ക്. ആരുടെ കടയാ? എഡ്മാമൻ ആരാന്ന് പറ. മുടി വെട്ടുന്ന ആളാണോ? ആരുടെ മുടി? എന്റെ ഫ്രണ്ട് മാമനാണോ? താട്ടയും അമ്പടും മുടി വെട്ടാൻ പോയോടത്ത് ഒരു സൂപ്പർ മാമനുണ്ടോ? കൊള്ളാല്ലേ. ഇവിടെയില്ലേ അതെയാ? കൊള്ളാം. ഓക്കെ, അപ്പൊ പിന്നില്ലേ മാമയുടെ ഫോണില്ലേ ഫിനിക്സിലുണ്ടായിരുന്നു. ഇങ്ങനെയല്ല വരച്ചിട്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ തേച്ചെല്ലാം കരുതാം. ഓക്കെ, അപ്പൊ ബൈ. അമ്പടോ അപ്പോൾ നമ്മൾ അമ്പടൂരിനുള്ള അരിക്കൂത്തിനുള്ള റെസീപ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ഇങ്ങനെ ദീപം മറ്റേടല്ലോ, എന്തായിരുന്നു പൊന്നതിന് പറയുന്നത്, തിരിയല്ലേ, തിരി കത്തിക്കാനുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരികയും വേണം കേട്ടോ. അപ്പോൾ അമ്പൂടെ എന്നോട് മണ്ണ് വാരി കളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ മണ്ണ് വാരി കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആശാൻ തിരിച്ച് കയറില്ല, അതുകൊണ്ട് അതിന് വിട്ടില്ല. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട് കയറാനുള്ളത്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി തൊഴാൻ വേണ്ടിയിട്ട് പോയിട്ട് അമ്പൂട് തൊഴുന്നിടത്ത് ഓടി കിടക്കുവാണ്. അവനെന്ത് വേറെ ഇതോടെ എത്തിയ പോലെ തൊഴുത് കിടക്കുകയാണ്. പിന്നെ അത് ദീപം പിടിച്ച് നമ്മൾ പോകുന്നത് അമ്പൂടിന് അരിക്കൂത്ത് നടത്താൻ വേണ്ടിയിട്ട് അവിടെ കൊടുക്കുമ്പോൾ നമ്മൾ അവനെ അവിടെ കൊടുത്തിട്ട് ആ തിരി അവിടെ കൊടുക്കും. അവൻ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. പൊതുവേ അമ്പടൂന് ഇങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര പേടിയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അവരെ കയ്യിലും കൂടെ കൊടുത്തപ്പോൾ പേടി മാറ്റാൻ വേണ്ടിയിട്ട് അവൻ സ്വന്തമായിട്ട് ആ പുള്ളീനെ മാമാ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവനെ കുറേ കളിയാക്കിയിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ അവനെ അവിടെ നിന്ന് കൂട്ടി അതൊക്കെ കഴിഞ്ഞ് നേരെ തിരി പിടിക്കാൻ പോകുന്നിടത്തപ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതാ കണ്ടോ, ഇവിടെ ഇങ്ങനെ നിന്ന് വെരിക്കി ഇങ്ങനെ പോയി പിന്നെ അമ്പലം ചുറ്റും നമ്മളിങ്ങനെ വലം വെക്കുകയൊക്കെ വേണം. അപ്പോൾ അവിടെ അമ്മ കയറിയ സമയത്ത് ഞാൻ അമ്പടു ബഹളം വെച്ചപ്പോൾ അമ്പടൂന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്തവണ കുറച്ചുകൂടെ സ്പീഡിൽ പോയി. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടെ ലാഗായിരുന്നു. കാര്യം ഞാൻ അമ്പടൂനെ എടുത്ത് നിന്ന് ആകെ വലഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ ഇത്തവണ അങ്ങനെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. ക്യൂ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ വിഷ്ണുവേട്ടൻ്റെ ഫ്രണ്ടിലുണ്ട്, അമ്മ അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. നമ്മൾ തിരി എത്തിക്കാനുള്ള തിരിയും അതുപോലെ തന്നെ എണ്ണയും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. ഞങ്ങളതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പട് കുറച്ച് എത്തിയപ്പോഴത്തേനും ഞാൻ അമ്പട് നടക്കാവോ, അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അമ്മേനും പറഞ്ഞ് പാവം പിന്നെ ഒത്തിരി ദൂരം നടന്നു കേട്ടോ. എന്നെ കൊണ്ട് അങ്ങനെ എടുപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ബാക്കിലൊക്കെ തിരി നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കത്തിക്കത്തില്ല. നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ വലം വെക്കാറാകുമ്പോഴാണ് വന്നിട്ട് നമുക്ക് തിരി കത്തിക്കുന്നത്. ലാസ്റ്റ് എത്തുമ്പോൾ വലം വെക്കുമ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റും നമ്മൾ തിരിയൊക്കെ കത്തിച്ചിട്ട് വേണം ഇങ്ങനെ വലം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വലം വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് അമ്പടൂന് ബോറടിച്ച് തുടങ്ങി. വാ അമ്മേ പോവാം എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊക്കെ വഴക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പൊന്നു ഓൾറെഡി കണക്കാൻ വയ്യ, കാല് വേദനയാണെന്നും പറഞ്ഞാൽ നടന്നത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ അത് ഇതിലോട്ട് ഇടണം. എല്ലാവരും കത്തിച്ച തിരി മൊത്തം ഇവിടെ കൊണ്ടുവന്ന് അതിലോട്ട് ഇടും. അപ്പോൾ ചിലരുടെയൊക്കെ തിരി നമ്മൾ വരുന്ന വഴിക്കുന്ന തിരി കത്തി തീർന്ന് വഴിക്ക് വെച്ച് പൊട്ടിപ്പോയതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പൊട്ടിപ്പോയൊന്നുമില്ല. നമ്മുടെ കറക്റ്റായിട്ട് അതിൽ കൊണ്ടിടാൻ പറ്റി.
എന്നിട്ട് വിഷ്ണുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. വിഷ്ണുവിനെ അതിൽ ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് ഇവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം അമ്പടും ഇങ്ങനെ തിരി പോയതും എന്തൊക്കെ കണ്ടോ കേട്ടോ എന്നൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ അതിനകത്തുനിന്ന് ഒന്നും മേടിച്ചില്ല, പെട്ടെന്ന് തന്നെ ചാടി പുറത്തിറങ്ങായിരുന്നു. കാര്യം അത്രയ്ക്ക് തിരക്കായിരുന്നു, നമുക്ക് നടക്കാൻ കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്പടുവിന് ഇങ്ങനെ സ്ലൈം വേണമെന്നും പറഞ്ഞാൽ അവന് സ്ലൈം വാങ്ങിച്ചു കൊടുത്ത് വെള്ളം കുടിക്കാൻ ഉപ്പിട്ട് നാരങ്ങ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ആവതില്ലായിരുന്നു സത്യം പറഞ്ഞിട്ട്.